ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഒടുവിൽ അവകാശി വന്നു. 2015. സ്ഥലം ഹോങ്കോങ്. അന്താരാഷ്ട്ര സത്യസായി സംഘടനയുടെ ഭക്തസമ്മേളനം നടക്കുന്നു. പ്രശസ്ത യുവ പ്രാസംഗികൻ ശ്രീ വി മേനോൻ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു. ഭഗവത് ലീലകളും സന്ദേശങ്ങളും കേട്ട് സദസ് മറ്റൊരു ലോകത്തായി. പ്രാസംഗികൻ അവരെ സായി സന്നിധിയിൽ തന്റെ വാക്കുകളിലൂടെ എത്തിച്ചു. ഭഗവത് ഉപദേശം കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് മേനോൻ. പ്രവർത്തിച്ചത് മാത്രം പറയുന്നതിലെ ശക്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പി. പ്രഭാഷണം അവസാനിച്ചു. കരഘോഷത്തോടെ ഭക്തന്മാർ സന്തോഷം പ്രകടിപ്പിച്ചു. ഭക്തന്മാർ മേനോനെ പരിചയപ്പെടുവാൻ തുടങ്ങി. അതിലൊരാൾ പരിചയപ്പെടുത്തി, ഞാനൊരു സിന്ധി, പേര് ചതുർദാസ് വാസാനി, ഭഗവാന്റെ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാൾ. അത് കേട്ട് മേനോന് അത്യാഹ്ലാദം. എന്റെ സമ്പത്ത് എന്റെ വിദ്യാർത്ഥികൾ എന്നാണല്ലോ ഭഗവാൻ തന്റെ വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത്തരമൊരാളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടാനാകുക ഭഗവത് കൃപ തന്നെ. ആദ്യകാലത്തെ ഭഗവത് ലീലകൾ കേൾക്കാൻ കിട്ടിയ അസുലഭാവസരം. താങ്കൾ എന്ന് മടങ്ങും? വാസാനി തിരക്കി. നാളെ. ഞാൻ താങ്കളെ വിമാനത്താവളത്തിൽ വിടാം. വ്യക്തിപരമായി ഒരു കാര്യം പറയാനുണ്ട്. 60കാരനായ ഹോങ്കോങ്ങിലെ രത്ന മുത്ത് വ്യാപാരി കൂടിയായ അദ്ദേഹം പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം വന്നത് അതിമനോഹരമായ ഒരു പേനയുമായി. മദർ പേൾ കൊണ്ട് കരകൗശല വിദ്യയിൽ നിർമ്മിച്ച സുന്ദര ശില്പം പോലുള്ള ഒരു പേന. താങ്കളാണ് ഇതിന്റെ അവകാശി. ഇത് താങ്കൾക്ക് തരാൻ സ്വാമിയുടെ കൽപ്പന ഉണ്ടായി. പേന നീട്ടിക്കൊണ്ട് വാസാനി പറഞ്ഞു. പരിഭ്രമത്തോടെ മേനോൻ പെൻ വാങ്ങി. ഒന്നും മനസ്സിലാകാതെ വിസ്മയിച്ചു നിൽക്കുന്ന മേനോനോട് രത്നവ്യാപാരി അത്ഭുതകരമായ ഭഗവത് ലീല വെളിപ്പെടുത്തി. ആ സംഭവം നടന്നത് 1976. ഭഗവാൻ വൈറ്റ് ഫീൽഡിലുള്ള സമയം. അന്ന് വാസാനി സ്വാമിയുടെ വിദ്യാർത്ഥി. ഭഗവാന്റെ മുറിയിൽ കയറാനും പെരുമാറാനും സ്വാതന്ത്ര്യമുള്ള വിദ്യാർത്ഥികളിൽ ഒരാൾ. ഒരു ദിവസം നവനഗർ രാജമാത അവർക്ക് ആശ്രമത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഭഗവാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാജമാത ഭഗവാന് 3 പേനകൾ സമ്മാനിച്ചു. മദർ ഓഫ് പേൾ കൊണ്ട് നിർമ്മിച്ച 3 മനോഹരമായ വിലയേറിയ പേനകൾ. അപ്പോൾ വാസാനി അവിടെയുണ്ട്. സ്വാമി അതിലൊരു പേന വാസാനിക്ക് നൽകി. 2 പേന തന്റെ കൈവശം വെച്ചു. കുറച്ചു കഴിഞ്ഞ് ഒരു പേന കൂടി വാസാനിക്ക് കൊടുത്തിട്ട് അരുളി, ഇത് സൂക്ഷിച്ചു വെക്കുക. ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ആ പേനയും വാസാനിയുടെ കയ്യിലായി. കാലം മുന്നോട്ട് പോയി. വാസാനി പഠനം പൂർത്തിയാക്കി. കർമ്മരംഗം രത്നങ്ങളുടെയും മുത്തുകളുടെയും മേഖലയിലേക്കായി. അങ്ങനെ ഹോങ്കോങ്ങിൽ എത്തി. പൂജാമുറിയിൽ ആ പേന സൂക്ഷിക്കപ്പെട്ടു. ഭഗവാൻ വെറും വാക്ക് പറയില്ലെന്ന് ഉറപ്പായതുകൊണ്ട് കാത്തിരുന്നു. എന്നെങ്കിലും അതിന്റെ അവകാശി വരും എന്ന ഉറപ്പോടെ. ഭഗവത് ശരീരത്യാഗത്തോടെ അദ്ദേഹം അന്താളിപ്പിലായി. അപ്പോൾ മുതൽ പേന ഒരു ഭാരം കണക്കെ തോന്നി. സ്വാമി, ഞാൻ ആർക്കിത് കൊടുക്കണം? ഇനി എങ്ങനെ സ്വാമി ഇതിന്റെ അവകാശിയെ എന്റെ സമീപം അയക്കും? ചിന്തകൾ ഇങ്ങനെ വേലിയേറ്റം സൃഷ്ടിച്ചപ്പോൾ ബുദ്ധി ഉത്തരം തന്നു. ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായി എന്തുണ്ട്? സ്വാമിയുടേതായ രീതിയിൽ ഇതിനുള്ള വഴി ഒരുക്കും. അങ്ങനെ ചിന്തിച്ച് ഒരുവിധം മനസ്സ് ശാന്തമാക്കി. 39 വർഷത്തിന് ശേഷം ഇന്നലെ എനിക്ക് സ്വാമിയിൽ നിന്ന് വ്യക്തമായ സൂചന കിട്ടിയിരിക്കുന്നു. താങ്കളാണ് ആ പേനയുടെ അവകാശിയെന്ന് സ്വാമി അറിയിച്ചിരിക്കുന്നു. വല്ലാത്തൊരു മനോനിലയിൽ മേനോൻ അത് മുഴുവൻ കേട്ടു. ഇന്ന് സംഭവിച്ചത് ഭഗവാൻ 39 വർഷം മുമ്പ് സങ്കല്പിച്ച കാര്യമാണല്ലോ. തന്റെ മുന്നോട്ടുള്ള ഓരോ ചുവടും സ്വാമിയാണല്ലോ തെളിച്ചു തരുന്നത് എന്ന ചിന്തയാൽ മേനോന്റെ മിഴികളിൽ നനവ് പടർന്നു. വാസാനി നൽകിയ പേന ഭക്തിയോടെ വാങ്ങി നന്ദി പറഞ്ഞു. അപ്പോൾ വാസാനി പറഞ്ഞു, എന്തിനു നന്ദി പറയണം? എന്റെ വലിയൊരു ഭാരം ഒഴിഞ്ഞു. ഭഗവാൻ എന്നെ ഏൽപ്പിച്ച നിധി സൂക്ഷിക്കാനും കുഴപ്പമില്ലാതെ കൈമാറാനും കഴിഞ്ഞല്ലോ. അതിന്റെ ആശ്വാസമാണ് എനിക്ക്.
മേനോൻ പേനയെടുത്ത് നെറുകയിൽ ആദരപൂർവം വെച്ചു. പിന്നീട് അത് ആദരവോടെ നോക്കി. ആ പേന ഇപ്പോഴും പുതുപുത്തനായിരിക്കുന്നു. ക്യാപ്പ് ഊരി നോക്കി. നിബിന്റെ തിളക്കം പുതിയതുപോലെ തന്നെ, ഇപ്പോൾ പോളിഷ് ചെയ്തതുപോലെ. ഭഗവാൻ അരുളുന്നു, ഈ പ്രപഞ്ചത്തിലെ ഓരോ ചലനവും ഞാൻ അറിയാതെ സംഭവിക്കുന്നില്ല. നിന്റെ മുന്നോട്ടുള്ള പാത ഒരുക്കുന്നത് ഞാനാണ്. എന്റെ സർവശക്തിത്വത്തിലും സർവജ്ഞത്വത്തിലും നീ ഉറച്ചു നിൽക്കൂ. ഞാൻ നിന്നെ കാത്തുകൊള്ളാം. സത്യസായി തിരുശരീരം സ്വീകരിക്കുന്നതിന് മുമ്പും സ്വീകരിച്ചപ്പോഴും ശരീരത്യാഗശേഷവും അവിടുത്തെ ലീലകൾ തുടരുന്നു. നമുക്കരികിൽ സ്വാമിയുണ്ട്. അതറിയാനുള്ള വിവേകവും വിചാരവും വളർത്തുക. പുറക്കണ്ണും അകക്കണ്ണും തുറന്നു. TN നടരാജൻ, എറണാകുളത്ത് താമസം. ഇടത് കണ്ണിന് വേദനയായാണ് തുടക്കം. കുടുംബ ഡോക്ടറെ കണ്ടു. അദ്ദേഹം ബാംഗ്ലൂരിലുള്ള നേത്രരോഗ വിദഗ്ധനെ കാണാൻ ഉപദേശിച്ചു. ബാംഗ്ലൂരിലെ പരിശോധനയുടെ ഫലം പ്രതികൂലമായിരുന്നു. ക്രമേണ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെടും. ചികിത്സയില്ല. കനത്ത നിരാശയുമായി അദ്ദേഹം ബാംഗ്ലൂരിലുള്ള ബന്ധുവീട്ടിലെത്തി. ആ വീട്ടുകാർ സത്യസായി ഭക്തർ. അവരുടെ ഉപദേശപ്രകാരം സ്വാമിയെ കാണാൻ മദിരാശിയിലെത്തി. ദർശനവേളയിൽ ഒന്നും ചോദിക്കാതെ ഭഗവാൻ അരുളി, വിഷമിക്കണ്ട, എനിക്കെല്ലാം അറിയാം. രോഗം ഞാൻ മാറ്റിത്തരാം. 15 ദിവസത്തിനുള്ളിൽ പർത്തിയിലെത്തുക. അങ്ങനെ ഭഗവത് നിർദ്ദേശപ്രകാരം നടരാജൻ പർത്തിയിലെത്തി. ഭഗവാൻ മുല്ലപ്പൂമാല കൊണ്ട് കണ്ണിന് ചുറ്റും കെട്ടി. രാപകൽ അങ്ങനെ കഴിയാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. 10ാം ദിവസം സ്വാമി തൃക്കര ചലനത്താൽ മരുന്ന് ഉണ്ടാക്കി കണ്ണിലൊഴിച്ചു. ശക്തമായ പുകച്ചിൽ. ഭഗവാന്റെ അമൃതസ്വരം ഉയർന്നു, സാരമില്ല, വേഗം സുഖം കിട്ടും. പിറ്റേ ദിവസം രുദ്രാക്ഷമാല സൃഷ്ടിച്ചു നൽകി. ക്രമേണ ദീനം മാറി. അതിനുശേഷം ദീർഘകാലം സായി സംഘടനയിൽ സേവനം ചെയ്ത് പിന്നീട് സംസ്ഥാന പ്രസിഡന്റുമായി. സായി സേവയിൽ ആ ജീവിതം ധന്യമായി. ഒരിക്കൽ ശബരിമല ശ്രീകോവിലിൽ സായി ദർശനം നൽകി ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ സായി കൃപ മൂലം ആ ഭക്തന്റെ പുറം കണ്ണും അകക്കണ്ണും തുറന്നു. ഓം തത്സത്ത്.